എല്ലാവർക്കും നമസ്കാരം. നാളെ മാർക്കറ്റ് ഹോളിഡേ ആണ്, മുഹറം ഹോളിഡേ. അപ്പോൾ ഇന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, ബാങ്ക് നിഫ്റ്റി ഈ നാളെ ഹോളിഡേ ആയതുകൊണ്ട് ഇന്ന് എക്സ്പയറി ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സൈഡ് വേ തന്നെയായിരുന്നു. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര സൈഡ് വേ. ഒരിക്കലും ഒരു തരത്തിലും പ്രോഫിറ്റ് കിട്ടാത്ത ഒരു ലെവലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ പ്രോഫിറ്റിലായിരുന്നു. നമ്മൾ നിഫ്റ്റിയിൽ വരുമ്പോൾ ഇന്നലെ 24,630 ബ്രേക്ക് ചെയ്താൽ നമുക്ക് എൻട്രി എടുത്ത് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പക്ഷേ 630 1 ഹവറിൽ അത് ഇവിടെ ബ്രേക്ക് ചെയ്തിരിക്കുന്നത് രാവിലെ തന്നെ ഒരു 10:15 ക്ലോസ് ചെയ്തു. 11:15 ക്ലോസ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നിഫ്റ്റി താഴേക്ക് വരികയാണ് ചെയ്തത്. പക്ഷേ താഴെ വന്ന് ഇവിടെ റീടെസ്റ്റ് നടത്തിയതിന് ശേഷം, ഇവിടെ കണ്ടോ, റീടെസ്റ്റ് നടത്തിയതിന് ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു എന്ന് തോന്നിയപ്പോൾ നമ്മൾ ഒരു കാള് കൊടുത്തിട്ട് പറഞ്ഞു 24,675 എന്തായാലും പോകും എന്ന് പറഞ്ഞു ഒരു സിഗ്നൽ കൊടുത്തു. ഓക്കെ, നമുക്ക് 24,675 പോയില്ലെങ്കിലും കൂടെ 24,660 വരെ 24,660 വരെ പോയി. ഒരു 10-15 പോയിൻ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കും. ഏതായിരുന്നാലും ഒരു 15 പോയിൻ്റ് സ്കാൽപ്പിംഗ് നടത്താൻ പറ്റി. കാരണം മാർക്കറ്റ് ഇന്ന് മൂവ്മെൻ്റ് ഇല്ല. അതുകൊണ്ട് തന്നെ 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കിക്കൊണ്ട് ഒരു സിഗ്നൽ കൊടുത്തു. ഓക്കെ, അതുകൊണ്ട് നിഫ്റ്റിയിൽ ഇന്ന് പ്രോഫിറ്റാണ്. ബാങ്ക് നിഫ്റ്റിയും കുഴപ്പമില്ല, രാവിലെ പ്രോഫിറ്റായിരുന്നു. പക്ഷേ ബാങ്ക് നിഫ്റ്റി ഉച്ചയ്ക്ക് ശേഷം പ്രീമിയം ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് വല്ലാത്ത ഒരു സൈഡ് വേ തന്നെയായിരുന്നു. ഈ സമയത്തൊക്കെ ട്രേഡ് എടുത്തവർ നല്ലോണം കുടുങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, ഏതായിരുന്നാലും ബാങ്ക് നിഫ്റ്റിയിൽ നമുക്കിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി. അതേപോലെ തന്നെ ഫിൻനിഫ്റ്റി ഇന്ന് എക്സ്പയറി ആയിരുന്നു. ചൊവ്വാഴ്ചയാണല്ലോ ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി. അതിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഫിൻനിഫ്റ്റി 20 മുതൽ നമുക്ക് 27 വരെ പോയിട്ടുണ്ട്. നിഫ്റ്റി 110 മുതൽ 118 വരെ പോയിട്ടുണ്ട്. ഇവിടെ 110 മുതൽ നമ്മൾ 120 ടാർഗറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഈ 120 ടാർഗറ്റ് എത്തുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ദിവസം ടെക്സ്റ്റിൽ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് വായിക്കുന്നവർക്ക് നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ദിവസം അവസാനിപ്പിക്കാം. ഇത് വായിക്കാതെ ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. പല ആളുകളും ബിഗിനേഴ്സ് പറയുന്നുണ്ട് ഞങ്ങൾക്ക് പഠിക്കണം. നിങ്ങൾ പഠിക്കേണ്ട ബേസിക് എന്താണെന്ന് വെച്ചാൽ അതാണ് ഞങ്ങൾ ദിവസവും നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ രൂപത്തിൽ ടെക്സ്റ്റാക്കി ഇടുന്നത്. അത് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രാഥമികമായിട്ട് മാർക്കറ്റിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മനസ്സിലാവും. ഒരു പ്രൈസ് ഏത് ലെവലിൽ വന്നാൽ എക്സിറ്റ് അടിക്കാം, ഏത് ലെവലിൽ വന്നാൽ എൻട്രി എടുക്കാം, എങ്ങനെയൊക്കെ വന്നാൽ ചെയ്യാൻ പാടില്ല, എപ്പോഴൊക്കെ നമ്മൾ എടുക്കാൻ പാടില്ല, എപ്പോഴൊക്കെ നമുക്ക് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്, ഏതെല്ലാം സമയത്താണ് നമ്മൾ കൈകെട്ടിയിരിക്കേണ്ടത്, എത്ര പ്രോഫിറ്റ് ആയാലാണ് നമ്മൾ ട്രേഡ് നിർത്തേണ്ടത്, ട്രേഡ് നിർത്തേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ട്രേഡ് തുടർന്ന് പോകണോ, ദിവസത്തിൻ്റെ കാര്യം പറയുന്നത്. അത്യാവശ്യം പ്രോഫിറ്റ് കിട്ടിയാലും ട്രേഡ് പിന്നെയും എടുക്കണോ, ഇല്ല ലോസിലാണെങ്കിൽ ട്രേഡ് എടുക്കണോ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദിവസം ടെക്സ്റ്റ് രൂപേണ കൊടുക്കുന്നുണ്ട്. ഇത് വായിച്ചാൽ തന്നെ ട്രേഡിങ്ങിൻ്റെ ഒരുവിധം 50% മനസ്സിലായി എന്നുള്ളതാണ്. പിന്നീട് പഠിക്കാനുള്ളത് ടെക്നിക്കലാണ്, ചാർട്ട് ബേസ്. അത് പിന്നീട് പഠിക്കുക. ഇതാണ് തുടക്കത്തിൽ പഠിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും തുടക്കത്തിൽ എല്ലാ ദിവസം വായിക്കണം. ഇത് വായിക്കാതെ ട്രേഡ് എടുത്തവർക്ക് നഷ്ടം തന്നെ സംഭവിക്കുള്ളൂ, അത് ഉറപ്പാണ്. കാരണം ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസിലാണ് നമ്മൾ ഈ ടെക്സ്റ്റുകൾ തരുന്നത്. അത് വായിച്ച് അതിനനുസരിച്ച് ട്രേഡ് ചെയ്താൽ മാത്രമേ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. മനസ്സിലായില്ലേ? ഏതായിരുന്നാലും ഇന്ന് നമ്മുടെ മെമ്പേഴ്സൊക്കെ നല്ല പ്രോഫിറ്റിലാണ്. അവസാനം കൊടുത്ത ബാങ്ക് നിഫ്റ്റി പറഞ്ഞ സമയത്ത് അത് 1-2 പേര് പേഴ്സണലിൽ വന്നിട്ട് ഇങ്ങനെ ഒന്നുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുത്തതാണ്.
അവസ്ഥ അറിയട്ടെ എന്ന് പറഞ്ഞിട്ട്. ഏതായിരുന്നാലും 15 പോയിൻ്റാണ് അതിന് സ്റ്റോപ്പ് ലോസ് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം 170, 155 സ്റ്റോപ്പ് ലോസ്. സാധാരണ 20 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് കൊടുക്കൽ. 15 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് കൊടുത്തുള്ളൂ. കാരണം അത് അവിടെ ആ ഒരു സമയം അങ്ങനെയാണ്. 12:55 മുതൽ 2:30 മണി വരെ ഈ ബാങ്ക് നിഫ്റ്റിയൊക്കെ 12:55 ഏകദേശം ഒരു 12 മണി മുതൽ ബാങ്ക് നിഫ്റ്റിയൊക്കെ വെറും കൺസോൾട്ടേഷനാണ്. അതിനുശേഷം ബാങ്ക് നിഫ്റ്റി വീണ്ടും ഒരു 18-20 കൊടുത്തു. അത് ആ എടുത്ത പ്രൈസ് തന്നെ എക്സിറ്റ് ആകേണ്ടി വന്നു. എക്സിറ്റ് ആകാൻ പറഞ്ഞു, എക്സിറ്റ് കണ്ടോ. പിന്നെ ബാങ്ക് നിഫ്റ്റി 30 മുതൽ ഇതിൽ പോയത് ഡബിളായിട്ട് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഈ 52,400 പുട്ട് സൈഡ് 30. പിന്നെ കണ്ടോ നമ്മുടെ സുഹൃത്തുക്കൾ നല്ല അത്യാവശ്യം ആ ഒരൊറ്റ സിഗ്നൽ 4,000 രൂപയോളം പ്രോഫിറ്റ് എടുത്തവരൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരം ക്രൂഡ് ഇന്ന് വളരെ മോശമാണ്. കമ്മോഡിറ്റിയും 90 വെറും 5 പോയിൻ്റ് SL-ഉം 7 പോയിൻ്റ് ടാർഗറ്റും. പക്ഷേ 94 വരെ എത്തിയുള്ളൂ. എക്സിറ്റ് അടിക്കാൻ പറഞ്ഞു. 4 പോയിൻ്റ് ബുക്ക് ചെയ്യാൻ പറഞ്ഞു. പിന്നെ 73 മുതൽ 79 വരെ അത് പിന്നെ നമുക്ക് പ്രോഫിറ്റ് അത് ടാർഗറ്റ് ഹിറ്റായി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നല്ല പ്രോഫിറ്റിൽ എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങൾക്കൊരിക്കലും ഇറങ്ങാൻ കഴിയില്ല. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ കമ്മോഡിറ്റിയിലും ഇന്ന് പ്രോഫിറ്റ് തന്നെയാണ്. രാവിലെ കൊടുത്ത ഇൻഡിഗോ പ്രോഫിറ്റാണ്. ഒരു 10 പോയിൻ്റ് 12 പോയിൻ്റ് പ്രോഫിറ്റാണ് ഇൻഡിഗോ. നെവിൻ ഫ്ലോർ നമുക്ക് എൻട്രി ലഭിച്ചിട്ടില്ല. ഗോദ്രേജ് പ്രോപ്പർട്ടീസ് പ്രോഫിറ്റാണ്. 75 മുതൽ 85 വരെ പോയി തോന്നുന്നുണ്ട്. 83 വരെ എഴുതിയിട്ടുള്ളൂ. ടാറ്റ കൺസ്യൂമർ പ്രോഫിറ്റാണ്, ടാർഗറ്റ് ഹിറ്റാണ്. അതേപോലെ 3 സിഗ്നലാണ് കൊടുത്തിട്ടുള്ളൂ സ്റ്റോക്ക് ഓപ്ഷനിൽ. അതിൽ 4 കൊടുത്ത് അതിൽ 3 പ്രോഫിറ്റാണ്. ഓക്കെ, നമ്മൾ ഇന്നലെ 2 സ്റ്റോക്കുകൾ വന്നില്ല, അതുകൂടെ നോക്കാം. ഏതായിരുന്നാലും നാളെ മാർക്കറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് വേറെ വല്ല ടിപ്സുമായിട്ട് വീഡിയോ വരാം. നമ്മൾ ഇന്നലെ കൊടുത്തത് ചോളമണ്ഡലം 1 കൊടുത്തത് 1428 ബൈ എൻട്രി ആയിരുന്നു. 1428 ക്രോസ് ചെയ്തു, പക്ഷേ ക്ലോസ് ചെയ്തില്ല. നമുക്കതുകൊണ്ട് അതിലൊരു എൻട്രി എടുക്കാൻ പറ്റിയിട്ടില്ല. മറ്റൊന്ന് ആർത്തി ട്രിക്സ് ആണ്. അത് ഞാൻ വാച്ച് ചെയ്തിരുന്നു, അതിൽ നമുക്ക് ലഭിച്ചിട്ടില്ല. ആർത്തി ട്രിക്സ് ഇതിന് താഴെ വന്നാൽ, അതായത് 530 താഴെ വന്നാലാണ് എടുക്കാൻ പറഞ്ഞത്, വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ അത് രണ്ടിലും കിട്ടിയില്ല. ഇതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലേക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. ചില ആളുകളുണ്ട്, അവർക്ക് ട്രേഡ് എടുത്തുകൊണ്ടേയിരിക്കണം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇത് നോക്കിയേ, നമ്മുടെ ഒരു മെമ്പറുടെ എത്ര ട്രേഡാണെന്ന് നോക്കൂ. 1, 2, 14 ട്രേഡാണെന്ന് പുള്ളി നടത്തിയിരിക്കുന്നത്. ബ്രോക്കറേജ് മാത്രം എത്രയായി? ഇതാണ് ഓവർ ട്രേഡ് എന്ന് പറയുന്നത്. പ്രത്യേകം ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഡെയിലി ഒരു 6 സിഗ്നൽ അല്ലെങ്കിൽ ഒരു 5 വെച്ചോളൂ. ടെലഗ്രാം ഗ്രൂപ്പിൽ ഒരു 5 സിഗ്നൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് 5ലും എൻട്രി എടുക്കണം. ഇല്ല, 3 രാവിലെ എടുത്തു, 3 പ്രോഫിറ്റാണ്, പിന്നെ നിങ്ങൾ എടുക്കണമെന്നില്ല. എടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അതേസമയം രാവിലത്തെ ഒന്നും എടുക്കാതെ ഇടയിൽ വന്നിട്ട് അപ്പോഴേക്കും 2-3 പ്രോഫിറ്റായി ഉണ്ടാവും. ഇടയിൽ വന്ന് 4-ാമത്തെ 5-ാമത്തെ എടുക്കും. അത് ചിലപ്പോൾ SL ഹിറ്റാവും. എന്തായാലും ഉറപ്പായിട്ടും ഒരു 5-6 കൊടുക്കുമ്പോൾ 1 SL ഹിറ്റാവും. അത് എല്ലാ ദിവസവും ആവും. ചില ദിവസങ്ങളിൽ SL ഹിറ്റാവില്ല, അത് നമ്മുടെ ഭാഗ്യം. പക്ഷേ ഏറെക്കുറെ 90 ദിവസം, 100-ൽ 90 ദിവസം എടുത്താലും SL ഹിറ്റാവും. 1 ഹിറ്റാവും. അങ്ങനെ ഹിറ്റായിട്ടില്ലെങ്കിൽ പിന്നെ എന്താണിത് മാർക്കറ്റ്? വെറും പ്രോഫിറ്റ് മാത്രമായാൽ മതിയോ? അതുകൊണ്ട് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഞാൻ യൂട്യൂബ് വീഡിയോയിൽ ഇത് എന്തിനാണ് പറയുന്നത് വെച്ചാൽ, ടെലഗ്രാമിൽ വോയിസ് ഈ പറഞ്ഞ പോലെ തന്നെ കേട്ടോളന്നില്ല. അതേപോലെ തന്നെ വീഡിയോ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇടണം എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് നേരം കറങ്ങിയിട്ടാണ് അത് പോവുള്ളൂ. ടെലഗ്രാമിൽ വീഡിയോ ഹൈ ഡെഫിനിഷനിലാണ് പോവുള്ളൂ. ഒരുപാട് നേരം കറങ്ങിയിട്ടാണ് ഇത് സെൻഡ് ആവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ്. ഇതാവുമ്പോൾ പിന്നെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുമല്ലോ, അതുകൊണ്ടാണ്. ഇത് നോക്കൂ, നമ്മുടെ മറ്റൊരു പുള്ളി സർ, ഞാൻ ഓവർ ട്രേഡ് ചെയ്താണ് എൻ്റെ കാശ് പോയത്. കണ്ടോ, ഈ ഓവർ ട്രേഡ് എന്ന് പറയുന്നത് ഭയങ്കര വില്ലനാണ്. വില്ലൻ എന്ന് പറഞ്ഞാലും പോരാ,
ഇവിടെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയേണ്ടത്. ഓവർ ട്രേഡ് ഞാൻ ഇടയ്ക്ക് ഗ്രൂപ്പിൽ കൊടുക്കുമല്ലോ, ഡിയർ മെമ്പേഴ്സ്, അവോയ്ഡ് ഓവർ ട്രേഡ്, ടേക്ക് ഓൺലി വാട്ട് ഈസ് ഗിവൻ ദി ഗ്രൂപ്പ്, ക്ലോസ് ദി ട്രേഡ് വെൻ യു റീച്ച് യുവർ ടാർഗറ്റ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ 1000 രൂപയാണ് ഡെയിലി പ്രതീക്ഷിക്കുന്നത്, നിർത്തണം. ഇതാ ഇപ്പം ഞാൻ ലാസ്റ്റ് കാണിച്ചു തന്നില്ലേ ഒരു സുഹൃത്തിൻ്റെ, അദ്ദേഹം പറഞ്ഞത് എനിക്ക് ഡെയിലി 1000 റുപ്യ കിട്ടിയാൽ മതി എന്നാണ്. സാർ ഒരു ദിവസം 1000 റുപ്യ കിട്ടിയാൽ മതി. പക്ഷേ ഈ പറയുന്ന പുള്ളി 1000 കിട്ടിയാൽ നിർത്തുന്നൊന്നുണ്ടോ? നിർത്തില്ല. അതാണ് അവിടെയാണ് നമുക്ക് സൈക്കോളജിക്കലായിട്ടും ഇമോഷൻ കൺട്രോൾ ചെയ്യേണ്ടത്. ഇമോഷൻ കൺട്രോൾ ചെയ്യാതെ നമുക്കൊരിക്കലും, അതായത് നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് 2000 രൂപയാണോ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം, ആ 2000 രൂപ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രോക്കർ ആപ്ലിക്കേഷൻ അൺഇൻസ്റ്റാൾ ചെയ്തോളൂ, പ്രശ്നമല്ല, അൺഇൻസ്റ്റാൾ ചെയ്യൂ. പിന്നെ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കില്ല, അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഓവർ ട്രേഡ് പരമാവധി ഒഴിവാക്കുക. ഓവർ ട്രേഡ് വെറും ബ്രോക്കറേജ് കൊടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അതോടൊപ്പം തന്നെ ഗ്രൂപ്പിൽ നൽകുന്ന സിഗ്നലുകൾ ഇടയിൽ വന്ന് നിങ്ങൾ എടുക്കാതിരിക്കുക. എടുക്കുന്നെങ്കിൽ രാവിലെ തുടക്കം മുതൽ എടുക്കുക. തുടക്കം മുതൽ തന്നെ നമുക്ക് ലോസിലാണെങ്കിൽ അവസാനം വരെ എന്തായാലും ഇരിക്കും. അതേസമയം തുടക്കം 2-3 പ്രോഫിറ്റായിട്ട് പിന്നെ ഇടയിൽ വന്നിട്ട് നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ ചിലപ്പോൾ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചു പോകും. അല്ലെങ്കിൽ നിങ്ങൾ രാവിലെ 2-3 കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്, പിന്നെ ഒരെണ്ണം എടുത്ത് പ്രോഫിറ്റ് ആയിരിക്കും, പിന്നെ രണ്ടാമത് തരുന്നത് സ്റ്റോപ്പ് ലോസ് ആയിരിക്കും, സ്റ്റോപ്പ് ലോസ് ഹിറ്റായിരിക്കും. അപ്പോൾ എന്തായി? അപ്പോഴും പോയി, നമ്മൾ കിട്ടിയത് പോയി. അപ്പോൾ എന്ത് ചെയ്യും? ഈ പോയത് കിട്ടാൻ വേണ്ടിയിട്ട് ഓവർ ട്രേഡ് ചെയ്യും. ഇത് മാർക്കറ്റ് സൈക്കോളജിയാണ്. അതിനനുസരിച്ചാണ് DIers-ഉം FIers-ഉം പെരുമാറുക. അവർക്ക് നമ്മുടെ ഇന്ത്യൻ ട്രേഡേഴ്സിൻ്റെ സൈക്കോളജി നല്ലവണ്ണം അറിയും. ഇവിടുന്ന് ഒരൊറ്റ പോക്കാണ്. ഇതിപ്പോൾ നിഫ്റ്റി എടുക്കുക. അപ്പോൾ നിഫ്റ്റി ഇതാണ്ട് ക്രോസ് ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഒരേ പോക്കാണ്. അപ്പോൾ നമ്മൾ എന്ത് വിചാരിക്കും? ഈ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തവർ പെട്ടെന്ന് ചാടിപ്പിടിച്ച് അങ്ങോട്ട് അടക്കും. അവിടുന്ന് ഈ എടുക്കുന്നതോടുകൂടിയിട്ട് ഇവർക്കൊരു തീരുമാനം ഉണ്ടാവും ഇതുവരെ പോകാനുള്ളൂ എന്ന്. ഈ ക്യാൻഡിലുകളും ചാർട്ടുകളും വെറുതെ ഒന്നല്ല, ഇതൊക്കെ അവരുടെ കമ്മ്യൂണിക്കേഷനാണ് ട്രേഡേഴ്സിൻ്റെ. അതായത് വൻകിട മീനുകളുടെ കമ്മ്യൂണിക്കേഷനാണ് ഓരോ ക്യാൻഡിലും. മനസ്സിലായില്ലേ? ഓരോ ക്യാൻഡിലുകളും ഓരോ പാറ്റേണുകളും ഫോമാകുന്നതും. ഇവിടെ ഇപ്പോൾ ബുള്ളിഷ് ഇൻഗൾഫിംഗ് ഫോമാകുന്നുണ്ടോ? അടുത്തത് ഇവിടെ മേലേക്ക് പോകും. അങ്ങനെയൊക്കെയുള്ള ഓരോ കമ്മ്യൂണിക്കേഷനിലൂടെ അവരുടെ അവർ പരസ്പരം സംസാരിക്കും. ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ മെസ്സേജ് ആർക്കാണ് അയക്കുക? ഇല്ല. അപ്പോൾ ഒരു സൊസൈറ്റി FIers എന്നുള്ള ഒരു വിങ്, അവർക്ക് പരസ്പരം സംസാരിക്കാനുള്ള മാർഗമാണ് ഈ ക്യാൻഡിൽ സ്റ്റിക്കുകൾ. ഈ ക്യാൻഡിൽ സ്റ്റിക്കുകളിൽ എന്താണ്, അതിലൊന്നും കാര്യമല്ല എന്ന് പറഞ്ഞിട്ട് കണ്ണും അടച്ച് ട്രേഡ് എടുക്കുന്നത് വളരെ മണ്ടത്തരാണ്. ഇതിലൂടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടാണ് അവർ ട്രേഡ് എടുക്കുന്നത്. അത് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ടെക്നിക്കൽ അനലൈസ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അവരെന്താണ് അടുത്ത ഘട്ടം, അടുത്ത കാൽവെപ്പ്, അടുത്തത് അവരെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ കണ്ടോ 1 hour ക്യാൻഡിൽ നോക്കിയേ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കണ്ടതാണ്. നമുക്കിങ്ങനെ കാണാൻ കഴിയണം. ഓരോ ആളുകൾക്കും ഓരോ ട്രേഡേഴ്സിനും നമ്മൾ ചാർട്ട് നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ കഴിയണം. ഇവിടെ നോക്കൂ, ഒരു പാരലൽ ചാനൽ വന്നു, അതിനെ ബ്രേക്ക് ചെയ്തു. കണ്ടോ? ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്തു. അവിടെ നിന്ന് അങ്ങോട്ട് താഴെ വന്നു. എത്ര വന്നു നോക്കാം നമുക്ക്. ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തു, ഇതുവരെ വന്നു, 35 പോയിൻ്റ് വന്നു. ഓക്കെ, നമുക്ക് സ്കാൽപ്പിങ്ങിന് മതി. അത്രേ 15 മിനിറ്റ് ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വ്യക്തമായിട്ട് ഇതിലും കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ ക്ലോസ് ചെയ്തു. നമുക്ക് സ്കാൽപ്പിംഗ് ഒക്കെ നടക്കുമ്പോൾ എപ്പോഴും എന്താണ് നല്ലത്? 15 മിനിറ്റ് ക്യാൻഡിലാണ് നല്ലത്. ഇവിടെ ക്ലോസ് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര കിട്ടി നമുക്ക്? 39 പോയിൻ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ചാർട്ടിൽ നോക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇവിടെ കണ്ടില്ലേ, അതിനെ ബ്രേക്ക് ചെയ്തു, താഴേക്ക് നോക്കൂ. ഇവിടെ ക്ലോസ് കൊടുത്തു, ഇവിടെ നിന്ന് താഴേക്ക് വന്നു, ഇതുവരെ വന്നു. ഇവിടെ നിന്നല്ലേ പോയത്, ഇവിടുന്ന് വീണ്ടും ഇവിടെ വീണ്ടും ഇങ്ങനെ ഒരു ചാനൽ വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ മണിക്കൂറുകളിലും ഓരോ 15 മിനിറ്റുകളും ഓരോ മിനിറ്റുകളിലൊക്കെ ഓരോ പാറ്റേണുകൾ ഇങ്ങനെ ഫോം ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്.
അതിനനുസരിച്ച് നമ്മൾ ട്രേഡ് സെറ്റപ്പ് നടത്തണം. എന്നാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ ജോയിൻ ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഓവർ ട്രേഡ് ചെയ്യാതെ കുറച്ച് പൈസ ആർക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഈ മാർക്കറ്റിൽ നഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല. ഒരുവിധപ്പെട്ട 99% ആളുകൾക്ക് 100% തന്നെ പറയാം, എല്ലാവരും പണം നഷ്ടപ്പെട്ട് തന്നെയാണ് ഇതിൽ നിന്ന് റിക്കവർ ചെയ്തിരിക്കുന്നത്. ഇതിൽ നിന്ന് കിട്ടും, കിട്ടാതിരിക്കില്ല, എന്തായാലും കിട്ടും. ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും ആ ഒരു കോൺഫിഡൻറ്റോടുകൂടി തന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓവർ ട്രേഡ് ഒഴിവാക്കുക, ഇമോഷൻ കൺട്രോൾ ചെയ്യുക, സൈക്കോളജിക്കലായിട്ട് കുറച്ച് ഇമ്പ്രൂവ്മെൻ്റ് ആവുക. ഇതുപോലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വിജയം ഉറപ്പായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അത് ഇനി ലോസ് ആയിക്കോട്ടെ പ്രോഫിറ്റ് ആയിക്കോട്ടെ, ഡെയിലി ഞാൻ ഇത്ര ട്രേഡാണ് എടുക്കൂ എന്നുള്ള ഒരു ശബ്ദം, രാവിലെ ബെഡിൽ നിന്ന് എണീറ്റതും നിങ്ങൾ ഒരു ട്രേഡറാണെങ്കിൽ ചെയ്യേണ്ട ഒരു ശബ്ദം, ഞാൻ ഇന്ന് ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ഇത്ര 3 ട്രേഡ് എടുക്കൂ, അല്ലെങ്കിൽ 4 ട്രേഡ് എടുക്കൂ, അല്ലെങ്കിൽ മാക്സിമം പോയാൽ 5 ട്രേഡാണ് ഞാൻ എടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു ശബ്ദം ചെയ്ത് മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ട് ട്രേഡ് എടുക്കില്ല. ഒരു 100 രൂപ ഇങ്ങോട്ട് ലോസ് ആകുമ്പോഴേക്കും അത് ഇങ്ങോട്ട് പിടിക്കണമല്ലോ പറഞ്ഞിട്ട് ഓടിപ്പോയി ചാടി ഇവിടെ എൻട്രി എടുത്ത് ചെറുപറേന്ന് താഴെ വന്ന് 100ന് 500 പോയി. ഇതാണ് ഇപ്പോൾ നമ്മുടെ ട്രേഡേഴ്സിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ബിഗിനേഴ്സിന്. അപ്പോൾ ഓവർ ട്രേഡ് ഒഴിവാക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.